എല്ലാവർക്കും നമസ്കാരം. സ്മിതാസ് കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ എയർ ഫ്രയറിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് വെണ്ടയ്ക്ക സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാൻ വേണ്ടി വറുക്കുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് നോക്കാം. ഈ വെണ്ടയ്ക്ക, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ ഗരം മസാല, അതും കുറച്ച്. കുട്ടികൾക്കായതുകൊണ്ട് എരിവ് അധികം കഴിക്കില്ല കുഞ്ഞുണ്ണി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുള്ളതല്ല, അതാണ് ഒരുപാട് കളറില്ലാത്തത്. പിന്നെ എണ്ണ ഒത്തിരി തെളിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓൺ ചെയ്തിട്ട് ഇങ്ങനെ ഇനി അതിൽ വെച്ച ശേഷം വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഓൺ ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ അത് വെക്കാൻ പോവാണ്. എയർ ഫ്രയറിലാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് സിലിക്കോണാണ്, അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇതുണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം. നേരിട്ട് വേറെയുള്ള ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ വയ്ക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലതാണ്. ഇത് നല്ല ചൂടുണ്ടാവും, അപ്പോൾ അത് പിടിച്ചിട്ട് വേണം എടുക്കുമ്പോൾ. ഇത് നല്ല ചൂടാവും. സിലിക്കോണാണിത്, പക്ഷെ കേടൊന്നുമില്ല സിലിക്കോൺ ഉപയോഗിക്കുന്നുണ്ട്. എയർ ഫ്രയറിൽ വയ്ക്കുകയാണ്. ഇനി ഇത് ഇടയിൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യണം. വേണമെങ്കിൽ തിരിച്ചു മറിച്ച് വിട്ട് കൊടുത്തിട്ട് എണ്ണ തെളിച്ച് കൊടുക്കണം. സമയം ഇത് ഓരോന്നിൻ്റെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ആദ്യം വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് ആയില്ലെങ്കിൽ പിന്നെ വീണ്ടും വയ്ക്കും. പിന്നെ ഓരോന്നിൻ്റെ ടൈം കൊടുത്തിട്ടുണ്ട്. ഓരോ സാധനങ്ങൾ എത്ര ഡിഗ്രി സെൽഷ്യസിൽ വേണം. ഇതിപ്പോൾ 160 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചിട്ടുള്ളത്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ശബ്ദം വരും കേട്ടോ. എന്നുള്ള രീതിയിൽ ഒരു ശബ്ദം വരും. ആയിക്കൊണ്ടിരിക്കാനാണിപ്പോൾ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓഫായി, പക്ഷെ ആയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടെ എണ്ണ ഇനി വേണമെന്നില്ല, എണ്ണയുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും വയ്ക്കണം. 10 മിനിറ്റ് കൂടെ വെച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റിലേക്ക് കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ രാവിലെ ഉണ്ടാക്കുന്നതാണ്. വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ വെച്ചു നോക്കാം. എന്നിട്ടും പോരാ, കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആക്കണം. വീണ്ടും ഞാനൊരു 5 മിനിറ്റ് കൂടെ വയ്ക്കും. അപ്പോൾ 25 മിനിറ്റാണ് ഞാൻ ടോട്ടൽ ഇതിൽ ഫ്രൈ ചെയ്യാൻ എടുത്ത ടൈം. ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ മൊരിയണമെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.